ഹായ്, വെൽക്കം ടു സ്റ്റൈലിങ്സ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വയനാട്ടിലെ വടുവഞ്ചാലിലുള്ള കോഫി പ്ലാന്റേഷൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രൈവറ്റ് പൂൾ വില്ല പരിചയപ്പെടാനാണ്. ഇതാണ് പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി. ഇവിടത്തേക്ക് പ്രോപ്പർട്ടിയിലേക്ക് കാറുകളാണെങ്കിലും ഇനി ട്രാവലർ വാനുകളാണെങ്കിലും സുഗമമായിട്ട് എത്താവുന്നതാണ്. ഈ കാണുന്നതാണ് പ്രോപ്പർട്ടി. ഇവിടെ നമുക്ക് 4 ബെഡ്റൂംസാണ് വരുന്നത്. ഇൻ്റർലോക്ക് എല്ലാം ചെയ്തിട്ടുള്ള വലിയൊരു കോർട്ട്യാർഡുണ്ട്. കുറച്ച് ഉയർന്ന സ്ഥലത്താണ് ഈ വില്ല സ്ഥിതി ചെയ്യുന്നത്. ഇതിന് ചുറ്റും ഒറ്റ വീടുകളുമില്ല. അതുകൊണ്ട് വരുന്ന ഗസ്റ്റിന് നല്ല പ്രൈവസി ലഭിക്കുന്നതാണ്. ബാച്ചിലേഴ്സിനും ഫാമിലിക്കും ഇവിടെ സ്റ്റേ നൽകുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു വ്യൂ ആണ് ഇവിടെ കിട്ടുന്നത്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഈ പൂളാണ്. ഇതിൽ കുട്ടികൾക്ക് സെപ്പറേറ്റ് സെക്ഷനുണ്ട്. പിന്നെ ഈ ഒരു മുറ്റത്തിൻ്റെ ഈ ഒരു ഭാഗമെല്ലാം ഒരു ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ മക്കളൊക്കെ പൂളിലേക്ക് നമ്മൾ പാരൻസിൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ ഇറങ്ങുന്നതൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഇതൊരു ഇൻഫിനിറ്റി പൂളാണ്. അതുമാത്രമല്ല ഇവിടെ ടൈം റെസ്ട്രിക്റ്റഡ് അല്ല. പൂൾ ഉപയോഗിക്കാൻ നമുക്ക് രാത്രിയോ ഏത് സമയം വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ നിന്ന് നല്ല കിളികളുടെ ശബ്ദമൊക്കെ ഇങ്ങനെ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ മുറ്റത്ത് ആ ലൈനിട്ട ഭാഗത്ത് വേണമെങ്കിൽ ബാഡ്മിൻ്റൺ കളിക്കാം. പ്രത്യേക കോർട്ടൊന്നും അതിന് സജ്ജീകരിച്ചിട്ടില്ല. ഇവിടെ ഒരു കോർണറിൽ ഒരു സിങ് ഉണ്ട്. പിന്നെ ഇരിക്കാനുള്ളൊരു ബെഞ്ചുണ്ട്. നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാപ്പിത്തോട്ടമാണ് ബാക്ക് സൈഡിലുള്ളത്. മൊത്തത്തിൽ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. പിന്നെ ബാർബിക്യൂ ചെയ്യാനും ക്യാമ്പ് ഫയർ ചെയ്യാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇനി നമ്മൾ പ്രോപ്പർട്ടിയുടെ അകത്ത് ഹാളിലേക്ക് പ്രവേശിച്ചാൽ ഹാളിലൊരു സോഫയും ഒരു വുഡൻ ഡെക്കറേറ്റീവ് ഐറ്റവും ഉണ്ട്. പിന്നെ ഒരു കോമൺ ടോയ്ലറ്റും ഒരു ടിവിയുമുണ്ട്. വൈഫൈ സൗകര്യം ലഭ്യമാണ് ഇവിടെ. ഇവിടെ നമുക്ക് ഒരു കിച്ചൺ ഫെസിലിറ്റി ഉണ്ട്. അത്യാവശ്യം എക്യുപ്ഡ് ആയിട്ടുള്ള കിച്ചണാണ്. ഗ്യാസ് സൗകര്യമുണ്ട്, വെള്ളമുണ്ട്, പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ട്, ഫ്രിഡ്ജ് സൗകര്യം എല്ലാം ഉണ്ട്. ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് കുക്ക് ചെയ്യാനുള്ള അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഈ കിച്ചണിലുണ്ട്. ഗസ്റ്റിൻ്റെ എണ്ണവും യൂസേജും ഒക്കെ അനുസരിച്ച് ഇത് ചാർജബിളാണ്. ഇനി നമുക്ക് ഇവിടുത്തെ റൂമിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നോർമൽ സൈസുള്ള കിങ് സൈസ് ബെഡുള്ള റൂമാണ്. ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. സോപ്പ്, ബാത്ത് ടവൽ തുടങ്ങിയ ബേസിക് ടോയ്ലറ്ററീസ് മാത്രമാണ് നമുക്കിവിടെ ബാത്റൂമിലുള്ളത്. എല്ലാ റൂംസും മിനിമം ഫർണിഷ്ഡ് ആണ്. ബെഡ് സെറ്റ് ടേബിളും അതുപോലെ ഒരു ഷെൽഫുമാണ് എല്ലാ റൂംസിലും ഉള്ളത്. ടോയ്ലറ്റ് ആണെങ്കിലും നേരത്തെ കണ്ട പോലെ സെയിം ആണ്. ഇനി മുകളിലത്തെ നിലയിലേക്ക് വന്നാൽ ഇവിടെ ടെറസിലേക്കൊരു സെപ്പറേറ്റ് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് താഴെ വേറെ ഗസ്റ്റും മുകളിൽ വേറെ ഗസ്റ്റും ആണെങ്കിൽ സെപ്പറേറ്റ് വഴി ഒരുക്കിയതാണിത്. ഇനി മുകളിലും 2 റൂംസാണുള്ളത്. നേരത്തെ കണ്ട പോലത്തെ റൂംസ് തന്നെയാണ്. ബാത്റൂം ആണെങ്കിൽ എല്ലാം സെയിം ആണ്. വലിയ മാറ്റങ്ങളോ ഒന്നുമില്ല. ഇവിടെ മുകളിലത്തെ നിലയിൽ ഹാളിലും ഒരു ചെറിയ ടേബിളും ചെയറും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ പ്രോപ്പർട്ടിയിൽ മ്യൂസിക് സിസ്റ്റം നമുക്ക് അവൈലബിൾ ആണ്. 10 മണി വരെയാണ് അലൗഡ് ടൈം ഉള്ളത്. 10 മണിക്ക് ശേഷവും ആവശ്യമെങ്കിൽ ലൈറ്റ് വോളിയത്തിൽ നേരത്തെ കണ്ട ഹാളിലൊക്കെ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. മുകളിലത്തെ മറ്റൊരു റൂമാണിത്. പിന്നെ റൂംസിലെല്ലാം നമുക്ക് ഫാൻ അവൈലബിൾ ആണ്. AC ഇല്ല. 15 പേര് വരെ അടങ്ങുന്നൊരു ഗ്രൂപ്പിന് വളരെ കംഫർട്ടബിളായിട്ട് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. എന്നാലും ഒരു 25 പേരൊക്കെ അടങ്ങിയ ഗ്രൂപ്പും ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട്.
ഇനി ഇവിടെ ടെറസിൽ നിന്ന് ഒരു ഓപ്പൺ ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല ഇരിക്കാനൊരു ബെഞ്ചെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ക്യാരം ബോർഡും സജ്ജീകരിച്ചിട്ടുണ്ട്. 2 മെയിൻ കോഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഹോം മെയ്ഡ് കേരള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇവിടെ സെർവ് ചെയ്യുന്നത്. നല്ല ബെസ്റ്റ് റേറ്റിൽ ഈ പ്രോപ്പർട്ടിയിൽ ബുക്കിംഗ് എടുക്കാൻ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യും. അപ്പോൾ മറ്റൊരു റിസോർട്ടിൻ്റെ വിശേഷങ്ങളുമായി കാണാം. ബൈ.